വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു കിടിലൻ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ക്രിസ്മസിന് നമുക്ക് ലിവർ റോസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഈ ലിവർ റോസ്റ്റിന് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 1 കിലോ പോത്തിൻ്റെ നല്ല അടിപൊളി ലിവറാണ് കേട്ടോ. അപ്പം നമുക്കിതാദ്യം ഒന്ന് കുറച്ച് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് എടുക്കണം. എന്നുവെച്ചാൽ നമ്മൾ അമ്മച്ചിമാരൊക്കെ പറയുന്ന പോലെ ഈ ലിവറിന് ചെറിയൊരു കട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവറൊക്കെ നമ്മൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചൂറ്റി ആ വെള്ളം കളയും. അപ്പം നമ്മളൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോളം പെപ്പർ, അതായത് ഒന്ന് ക്രഷ്ഡ് കുരുമുളക്, പിന്നെ നമ്മൾ ഇച്ചിരി മസാല, ഗരം മസാലയും കൂടെ 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ആ തിളച്ച വെള്ളത്തിലോട്ട് തന്നെ നമ്മുടെ കരളിട്ട് കൊടുക്കുക. ഈ കരളിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ വെള്ളത്തിൻ്റെ മുകളിലോട്ട് തന്നെ ഇങ്ങനെ ഒരു മട്ട് പോലെ അടിയും. കണ്ടല്ലോ, ഇത് നമ്മൾ ഇതിട്ടുകൊണ്ട് തന്നെ നമ്മൾ കരൾ റോസ്റ്റ് ചെയ്താൽ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നമ്മൾ പലപ്പോഴും കരൾ ഒക്കെ വറക്കുകയും റോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടാത്ത ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ തിളച്ച് വരുന്ന വെള്ളത്തിൻ്റെ മേളിൽ കണ്ടല്ലോ, ഇതിനെ നമ്മളതങ്ങ് ഊറ്റിക്കളയും. ഒരു 2 മിനിറ്റ് കൂടുതൽ നമ്മളിത് തിളപ്പിക്കരുത് കേട്ടോ. ഇത് ഒരുപാട് കുക്കിംഗ് ടൈം ആയാൽ ഇതങ്ങ് കട്ടിയായിപ്പോവും. എന്നിട്ട് ഇപ്പം നമ്മളിതെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്, വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് പ്രിപ്പറേഷനിലോട്ട് പോകാം. ആവശ്യമായിട്ടുള്ളൊരു 4 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 കുടം വെളുത്തുള്ളിയും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വേറെ എരിവൊന്നും ഇതിനില്ല. പിന്നെ പെപ്പർ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 2 തക്കാളി. അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കടുക്, വറ്റൽമുളക്, പെരുംജീരകമൊക്കെ കുറച്ചിട്ട് കൊടുത്തേച്ചാൽ മതി. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 3-4 വറ്റൽമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് കടുക് വറുക്കുക. അതിനുശേഷം ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു പകുതി വഴന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റായിട്ടോ നമ്മുടെ ഈ റോസ്റ്റിന്. പിന്നെ നമ്മുടെ സവോളയൊക്കെ ഇപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഏകദേശം 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം മുളക് പൊടി നമ്മളിതിനകത്ത് കുറച്ചാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്താണ് ഇത് വേവിച്ചേക്കുന്നതെങ്കിലും ഈ മസാലയ്ക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പൊടികളെല്ലാം പച്ചമണം മാറുന്നിടം വരെ റോസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് തക്കാളി അരിഞ്ഞത്, 2 തക്കാളി നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടതാണ്. ഇത് ഒരുപാട് വേകേണ്ട ആവശ്യമൊന്നുമില്ല ഈ തക്കാളി. അതിനകത്തോട്ട് നമ്മളിനി നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കരളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മസാലയെല്ലാം പിടിക്കത്തക്ക രീതിയിൽ വഴറ്റിയെടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ലിവർ റോസ്റ്റിൻ്റെയും മറ്റ് റോസ്റ്റുകളുടെയൊക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏലക്കായും പെരുംജീരകവും കൂടെ പൊടിച്ച് ചേർത്തതാണ്. അപ്പം നമ്മൾ ഗരം മസാല ചേർത്തു, ഏലക്കായും പെരുംജീരകവും കൂടെ പൊടിച്ചത് ചേർത്തു, പിന്നെ കുറച്ച് കുരുമുളകും കൂടെ 1 ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കാരണം ഈ മസാലയെല്ലാം ഈ ലിവറയിലൊന്ന് പിടിക്കണം, അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. ഇത് നമ്മൾ ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരുപാട് വേവില്ല. അതേസമയം ഈ പോത്തിൻ്റെയൊക്കെ പോത്തിറച്ചിയുടെയൊക്കെ ലിവറാണെങ്കിൽ കുറച്ചൊരു വേവുണ്ട്. അപ്പം നമ്മൾ ഇതൊന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് വേവിച്ച് ഇതങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. അതുപോലെ ഇങ്ങനെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം വെച്ചിട്ട് ഇതൊന്ന്
ഒരു 5 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ചങ്ങ് വേവിക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ ഇതൊന്ന് ഇളക്കി ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് പിന്നെ ചെറു തീയിലിട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടി എടുക്കണം. അപ്പോഴത്തേക്കിനും നമ്മുടെ ഈ ലിവറയിൽ ഇതൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരു അസാധ്യ മണമായിരിക്കും ഈ സമയത്ത്. നമുക്ക് ഈ സമയത്ത് കുറച്ചുകൂടെ പെപ്പറൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പെപ്പറും മസാലകളും ഒക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പം നമ്മുടെ ലിവർ അത്യാവശ്യം വേണ്ട വെള്ളമൊക്കെ വറ്റി ഒന്ന് വരണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് ഗരം മസാല, പിന്നെ നമ്മുടെ ഏലക്ക, പെരിഞ്ജീരകം പൊടി, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം. അതായത് ഒന്നും കൂടെ ഒന്ന് ലാസ്റ്റ് മസാല കുറച്ചും കൂടെ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പിന്നെ 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് സംഭവം വേണ്ട ഇതേ ഒരു പരുവാകുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇറക്കുക. നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി. എന്നാ ടേസ്റ്റാണെന്നറിയാമോ ഇതിൻ്റെ ആ മണം മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. കണ്ടല്ലോ, അടിപൊളി ലിവർ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോണക്കത്തെ അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.